ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ സംഖ്യയുടെ പുസ്തകം അധ്യായങ്ങൾ 4 മുതൽ 6 വരെയും സങ്കീർത്തനങ്ങൾ 119 അധ്യായം 1 മുതൽ 96 വരെയുള്ള വാക്യങ്ങളും. സംഖ്യ അധ്യായം 4. കൊഹാത്യരുടെ കടമകൾ. കർത്താവ് മോശയോടും അഹരോനോടും ഇപ്രകാരം വചിച്ചു: ലേവ്യരുടെ ഇടയിൽ നിന്ന് കൊഹാത്യരുടെ അംഗസംഖ്യ അവരുടെ കുടുംബങ്ങൾ അനുസരിച്ച് അവരുടെ പിതൃഭവനം അനുസരിച്ച് നീ നിർണയിക്കുക. സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ സജ്ജരായി വരുന്ന 30 വയസ്സ് മുതൽ മേൽപോട്ട് 50 വയസ്സുവരെ പ്രായമുള്ള എല്ലാവരുടെയും തന്നെ അതിവിശുദ്ധ സ്ഥലമായ സമാഗമ കൂടാരത്തിൽ കൊഹാത്യരുടെ ശുശ്രൂഷ ഇതാണ്. പാളയം നീങ്ങേണ്ടപ്പോൾ അഹരോനും പുത്രന്മാരും ചെന്ന് തിരശീല വിരിയിറക്കി അതുകൊണ്ട് സാക്ഷ്യപേടകം പൊതിയും. അവർ അതിന്മേൽ നിലക്കരടി തോലിന്റെ ആവരണമിടും. അതിനും മീതെ കടും നീലത്തുണി വിരിക്കും. അതിന്റെ തണ്ടുകൾ ഉറപ്പിക്കും. സാന്നിധ്യത്തിന്റെ മേശയിൽ അവർ നീലത്തുണി വിരിക്കും. അതിന്മേൽ താലങ്ങളും തട്ടങ്ങളും കലശങ്ങളും പാനീയ ബലിക്കുള്ള ചഷകങ്ങളും വയ്ക്കും. സദാ വേണ്ട അപ്പവും അതിന്മേലുണ്ടായിരിക്കും. അവയുടെ മേൽ അവർ കടും ചുമപ്പ് തുണി വിരിക്കും. അതിനെ നിലക്കരടി തോലിന്റെ വിരി കൊണ്ട് പൊതിയും. അതിന്റെ തണ്ടുകൾ ഉറപ്പിക്കും. ദീപത്തിനുള്ള വിളക്കുകാൽ, അതിന്റെ തിരുനാളങ്ങൾ, കത്രികകൾ, തട്ടങ്ങൾ എന്നിവയും അതിൽ എണ്ണ പകരാൻ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും അവർ നീലത്തുണി എടുത്തു പൊതിയും. അതും അതിന്റെ സകല ഉപകരണങ്ങളും അവർ നിലക്കരടി തോലിന്റെ ആവരണത്തിൽ വെച്ച് മരക്കാലിൽ സ്ഥാപിക്കും. സ്വർണ്ണ ബലിപീഠത്തിന്മേൽ അവർ നീലത്തുണി വിരിക്കും. അത് നിലക്കരടി തോലിന്റെ വിരി കൊണ്ട് പൊതിയും. അതിന്റെ തണ്ടുകൾ ഉറപ്പിക്കും. വിശുദ്ധ സ്ഥലത്ത് പരികർമ്മത്തിനുപയോഗിക്കുന്ന എല്ലാ ശുശ്രൂഷോപകരണങ്ങളും അവർ എടുത്ത് നീല തുണിയിലാക്കി നിലക്കരടി തോലിന്റെ വിരി കൊണ്ട് പൊതിഞ്ഞ് അവ മരക്കാലിൽ സ്ഥാപിക്കും. ബലിപീഠം നെയ്ച്ചാര വിമുക്തമാക്കി അവർ അതിന്മേൽ ചെമന്ന തുണി വിരിക്കും. അതിന്മേൽ അവർ ശുശ്രൂഷ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, അതായത് അഗ്നികലശങ്ങൾ, മുൾക്കരണ്ടികൾ, കോരികകൾ, തട്ടങ്ങൾ എന്നീ ബലിപീഠോപകരണങ്ങളെല്ലാം വയ്ക്കും. അതിനു മുകളിൽ അവർ നിലക്കരടി തോലിന്റെ ആവരണം വിരിച്ച് തണ്ടുകൾ ഉറപ്പിക്കും. അഹരോനും അവന്റെ പുത്രന്മാരും കൂടി വിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലത്തിന്റെ എല്ലാ ഉപകരണങ്ങളും പൊതിയുന്നത് പൂർത്തിയാക്കി പാളയം നീങ്ങാറാകുമ്പോഴാണ് അവ വഹിക്കാനായി കൊഹാത്യർ വരേണ്ടത്. എന്നാൽ അവർ വിശുദ്ധ വസ്തുക്കളെ സ്പർശിച്ച് മൃതിപ്പെടാനിടയാകരുത്. ഇവയാണ് കൊഹാത്യരുടെ സമാഗമ കൂടാര ചുമട്: വിളക്കെണ്ണ, സുഗന്ധ വസ്തുക്കളുടെ ധൂപം, നിരന്തര ധാന്യയാഗം, അഭിഷേക തൈലം എന്നിവയുടെ ചുമതലയാണ് പുരോഹിതനായ അഹരോന്റെ മകൻ എലയാസറിൻ്റേത്. അതായത് ആലയം മുഴുവൻ്റെയും അതിൽ വിശുദ്ധ സ്ഥലത്തുള്ള എല്ലാറ്റിൻ്റെയും അതിൻ്റെ ഉപകരണങ്ങളുടെയും ചുമതല. കർത്താവ് മോശയോടും അഹരോനോടും ഇപ്രകാരം വചിച്ചു: ലേവാരുടെ ഇടയിൽ നിന്ന് കൊഹാത്ത് കുടുംബങ്ങളുടെ ഗോത്രം നിങ്ങൾ വിച്ഛേദിക്കരുത്. എന്നാൽ അവർ അതിവിശുദ്ധ വസ്തുക്കളെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങൾ അവരോട് ഇത് ചെയ്യുവിൻ. അഹ്റോനും പുത്രന്മാരും ചെന്ന് അവരെ ഓരോരുത്തരെയും അവനവന്റെ ജോലിക്കും ചുമതലയ്ക്കുമായി നിയോഗിക്കുവിൻ. എന്നാൽ അവർ വിശുദ്ധ സ്ഥലത്ത് ക്ഷണനേരം പോലും വീക്ഷിക്കാനായി ചെല്ലരുത്, അവർ മരിക്കും. ഗർശോനിയരുടെ കടമകൾ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഗർശോനിയരുടെ അംഗസംഖ്യ അവരുടെ പിതൃഭവനം അനുസരിച്ചും കുടുംബങ്ങൾ അനുസരിച്ചും നീ നിർണയിക്കുക. 30 വയസ്സ് മുതൽ മേൽപോട്ട് 50 വയസ്സ് വരെ പ്രായമുള്ളവരെ, അതായത് സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ നിർവഹിക്കാൻ സേവന സജ്ജരായി വരുന്നവരെയെല്ലാം നീ എണ്ണണം. ചുമടിനായും ശുശ്രൂഷിക്കാനായും ഗർശോന്യ കുടുംബങ്ങൾക്കുള്ള ജോലി ഇതാണ്. അവർ സംഭവിക്കേണ്ടത് ആലയമേൽവിരികൾ, സമാഗമ കൂടാരം, അതിന്റെ ആവരണവും അതിനും മുകളിലുള്ള നിലക്കരടി ആവരണവും, സമാഗമ കൂടാരവാതിലിന്റെ വിരി, അങ്കണമറകൾ, ആലയത്തോട് ചേർന്നും ബലിപീഠത്തോടും ചേർന്ന് ചുറ്റുമുള്ള അങ്കണ കവാടത്തിന്റെ വാതിൽ വിരി, അവയുടെ ചരടുകൾ എന്നിവയും അവയുടെ ശുശ്രൂഷയ്ക്കുള്ള സകല സാമഗ്രികളും അവയ്ക്കായി നിർമ്മിതമായ സകലതുമാണ്. അവർ ശുശ്രൂഷ ചെയ്യുകയും വേണം. അവരുടെ ചുമടെല്ലാം സംബന്ധിച്ചും അവരുടെ ശുശ്രൂഷയെല്ലാം സംബന്ധിച്ചുമുള്ള ഗർശോന്യരുടെ എല്ലാ ജോലിയും അഹരോന്റെയും അവന്റെ പുത്രന്മാരുടെയും നിർദ്ദേശാനുസൃതമായിരിക്കണം. അവരുടെ ചുമടെല്ലാം നിങ്ങൾ അവരെ ചുമതലയായി ഭരമേൽപ്പിക്കണം. ഇതാണ് സമാഗമ കൂടാരത്തിൽ ഗർശോൻ പുത്രന്മാരുടെ കുടുംബങ്ങളുടെ ജോലി. അവരുടെ ചുമതല പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ ഇത്താമറിന്റെ നിയന്ത്രണത്തിലാണ്. മെറാര്യരുടെ കടമകൾ. മെറാര്യർ അവരുടെ കുടുംബങ്ങൾ അനുസരിച്ചും പിതൃഭവനം അനുസരിച്ചും അവരെ നീ എണ്ണി തിട്ടപ്പെടുത്തണം. 30 വയസ്സ് മുതൽ മേൽപോട്ട് 50 വയസ്സുവരെ പ്രായമുള്ളവരെ, അതായത് സമാഗമ കൂടാരത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കാൻ സജ്ജരായി വരുന്നവരെയെല്ലാം നീ എണ്ണണം.
സമാഗമ കൂടാരത്തിലെ എല്ലാ ശുശ്രൂഷകൾക്കുമായുള്ള അവരുടെ സംവഹന ചുമതല ഇതാണ്. ആലയത്തിന്റെ ക്രാസികൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ എന്നിവയും ചുറ്റുമുള്ള അങ്കണത്തിന്റെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കൊളുത്തുകൾ, ചരടുകൾ എന്നിവയും അവർ തങ്ങളുടെ സാമഗ്രികൾക്കും എല്ലാ പണികൾക്കുമായി സംവഹിക്കാൻ ചുമതലപ്പെട്ട ഉപകരണങ്ങളായി ഇനം തിരിച്ച് നിങ്ങൾ അവരെ ഏൽപ്പിക്കണം. ഇതാണ് പുരോഹിതനായ അഹ്റോന്റെ മകൻ ഇത്താമറിന്റെ നിയന്ത്രണത്തിൽ സമാഗമ കൂടാരത്തിലെ തങ്ങളുടെ ഓരോ ശുശ്രൂഷയും അനുസരിച്ച് മെറാര്യ കുടുംബങ്ങളുടെ ജോലി. ലേവായരുടെ എണ്ണം. മോശയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി കൊഹാത്ത് പുത്രന്മാരെ അവരുടെ കുടുംബങ്ങൾ അനുസരിച്ചും പിതൃഭവനമനുസരിച്ചും എണ്ണി തിട്ടപ്പെടുത്തി. സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷയ്ക്ക് സജ്ജരായി വന്നവരെല്ലാം 30 വയസ്സ് മുതൽ മേൽപോട്ട് 50 വയസ്സ് വരെ പ്രായമുള്ളവരായിരുന്നു. കുടുംബങ്ങൾ അനുസരിച്ച് അവരുടെ അംഗസംഖ്യ 2750 ആയിരുന്നു. മോശ വഴിയുള്ള കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് മോശയും അഹ്റോനും കൂടി കണക്കെടുത്ത കൊഹാത്ത് കുടുംബങ്ങളുടെ സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യുന്ന എല്ലാവരുടെയും അംഗസംഖ്യയാണിവ. തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ചും പിതൃഭവനമനുസരിച്ചും ഗർഷോന്യരുടെ അംഗസംഖ്യ. സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷയ്ക്ക് സജ്ജരായി വന്നവരെല്ലാം 30 വയസ്സ് മുതൽ മേൽപോട്ട് 50 വയസ്സ് വരെ പ്രായമുള്ളവരായിരുന്നു. തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ചും പിതൃഭവനമനുസരിച്ചും അവരുടെ അംഗസംഖ്യ 2630 ആയിരുന്നു. കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് മോശയും അഹ്റോനും കൂടി കണക്കെടുത്ത ഗർഷോന്യ കുടുംബങ്ങളുടെ സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യുന്ന എല്ലാവരുടെയും അംഗസംഖ്യയാണിവ. തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ചും പിതൃഭവനമനുസരിച്ചും മെറാര്യ കുടുംബങ്ങളുടെ അംഗസംഖ്യ. സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷയ്ക്ക് സജ്ജരായി വന്നവരെല്ലാം 30 വയസ്സ് മുതൽ മേൽപോട്ട് 50 വയസ്സ് വരെ പ്രായമുള്ളവരായിരുന്നു. തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ച് അവരുടെ അംഗസംഖ്യ 3200 ആയിരുന്നു. മോശ വഴിയുള്ള കർത്താവിന്റെ നിർദ്ദേശം അനുസരിച്ച് മോശയും അഹ്റോനും കൂടി കണക്കെടുത്ത മെറാര്യ കുടുംബങ്ങളുടെ സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യുന്ന എല്ലാവരുടെയും അംഗസംഖ്യയാണിവ. മോശയും അഹ്റോനും ഇസ്രായേൽ നേതാക്കളും കൂടി ലേവായരെ അവരുടെ കുടുംബങ്ങൾ അനുസരിച്ചും പിതൃഭവനം അനുസരിച്ചും എണ്ണി തിട്ടപ്പെടുത്തിയ ആകെ അംഗസംഖ്യ. സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷാ ജോലിയും ചുമട്ട് ജോലിയും നിർവഹിക്കാൻ വന്നവരെല്ലാം 30 വയസ്സ് മുതൽ മേൽപോട്ട് 50 വയസ്സ് വരെ പ്രായമുള്ളവരായിരുന്നു. അവരുടെ അംഗസംഖ്യ 8580 ആയിരുന്നു. മോശ വഴി കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് അവരെ ഓരോരുത്തരെയും അവനവന്റെ ശുശ്രൂഷ അനുസരിച്ചും ചുമടനുസരിച്ചും അവൻ നിർണയിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ച അതതിന്റെ പേര് വിവര പട്ടികയും. സംഖ്യ അധ്യായം 5. മലിനരെ അകറ്റുക. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഓരോ കുഷ്ഠബാധിതനെയും സ്രവമുള്ള ഓരോരുത്തനെയും മൃതദേഹം വഴി മലിനനായ ഓരോരുത്തനെയും പാളയത്തിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് ഇസ്രായേല്യരോട് നീ കൽപ്പിക്കുക. സ്ത്രീ പുരുഷ ഭേദമന്യേ നിങ്ങൾ പറഞ്ഞയക്കണം. പാളയത്തിന് പുറത്തേക്ക് നിങ്ങൾ അവരെ പറഞ്ഞയക്കണം. അങ്ങനെ അവരുടെ മധ്യേ ഞാൻ വസിക്കുന്ന അവരുടെ പാളയങ്ങൾ അവർ മലിനമാക്കാതിരിക്കട്ടെ. ഇസ്രായേല്യർ അപ്രകാരം ചെയ്തു. അവർ അവരെ പാളയത്തിന് പുറത്തേക്ക് പറഞ്ഞയച്ചു. കർത്താവ് മോശയോട് എപ്രകാരം കൽപ്പിച്ചുവോ അപ്രകാരം ഇസ്രായേല്യർ പ്രവർത്തിച്ചു. നഷ്ടപരിഹാരം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: നീ ഇസ്രായേല്യരോട് പ്രസ്താവിക്കുക, അവർ കർത്താവിനെതിരെ അവിശ്വസ്തത കാട്ടി എന്തെങ്കിലും മാനുഷിക ദ്രോഹം ചെയ്യുന്നുവെന്നിരിക്കട്ടെ. പുരുഷനായാലും സ്ത്രീ ആയാലും ആ വ്യക്തി കുറ്റം ചെയ്യുന്നു. തങ്ങൾ ചെയ്ത പാപം അവർ ഏറ്റുപറയണം. തന്റെ നഷ്ടപരിഹാരം അതിന്റെ മൂല്യത്തിൽ അവൻ തിരിച്ചേൽപ്പിക്കണം. അതിന്മേൽ അതിന്റെ 1/5 കൂട്ടിച്ചേർത്ത് ആരെ അവൻ ദ്രോഹിച്ചുവോ അവന് നൽകണം. നഷ്ടപരിഹാരം ഒരുവന് തിരിച്ചേൽപ്പിക്കാൻ വീണ്ടെടുപ്പുകാരനില്ലാത്ത പക്ഷം തിരിച്ചേൽപ്പിക്കപ്പെടേണ്ട നഷ്ടപരിഹാരം കർത്താവിനുള്ളതായിരിക്കും, അതായത് പുരോഹിതനുള്ളതായിരിക്കും. ഇത് അതിനെ പ്രതി അർപ്പിക്കേണ്ട പരിഹാരയാഗത്തിന്റെ മുട്ടാടിന് പുറമെയാണ്. ഇസ്രായേല്യരുടെ എല്ലാ വിശുദ്ധ കാര്യങ്ങൾക്കുമായി അവർ പുരോഹിതന് സമർപ്പിക്കുന്ന ഓരോ കാണിക്കയും അവനുള്ളതായിരിക്കും. എന്നാൽ ഒരുവൻ തനിക്കായി വേർതിരിച്ചിട്ടുള്ളവ തനിക്കുള്ളതായിരിക്കും. ഒരുവൻ പുരോഹിതന് നൽകുന്നത് അവനുള്ളതുമായിരിക്കും. ഭാര്യയെ സംശയിച്ചാൽ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നീ ഇസ്രായേല്യരോട് പ്രഖ്യാപിച്ച് അവരോട് പറയുക, ആരുടെയെങ്കിലും ഭാര്യ വഴിപിഴയ്ക്കുകയും അവന് നേരെ അവിശ്വസ്തത കാട്ടുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. ഒരു പുരുഷൻ അവളെ പ്രാപിച്ച് ലൈംഗിക വീഴ്ച നടത്തുന്നു, എന്നാൽ അവളുടെ ഭർത്താവിന്റെ ദൃഷ്ടിയിൽ അത് മറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവൾ സ്വയം ഒളിക്കുന്നെങ്കിലും അവൾ മലിന തന്നെ. എന്നാൽ അവൾക്കെതിരെ സാക്ഷിയില്ലാത്തതിനാൽ അവൾ പിടിക്കപ്പെടുന്നില്ല. മറിച്ച് ഭാര്യ മലിനയായിരിക്കെ അസൂയയുടെ അരൂപി ഒരുവന്റെ മേൽ കടന്നുകൂടി
അവൻ അവളെ സംശയിക്കുകയോ ഭാര്യ മലിനയല്ലാതിരിക്കെ അസൂയയുടെ അരൂപി ഒരുവന്റെ മേൽ കടന്നുകൂടി അവൻ അവളെ സംശയിക്കുകയോ ചെയ്താൽ ഭർത്താവ് തന്റെ ഭാര്യയെ പുരോഹിതന്റെ പക്കൽ ഹാജരാക്കണം. അവളെ പ്രതി അവളുടെ നൈവേദ്യമായി 1/10 ഏഫ യവമാവ് അവൻ കൊണ്ടുവരികയും വേണം. അതിന്മേൽ അവൻ എണ്ണ പകരരുത്, അതിന്മേൽ കുന്തുരുക്കം വെക്കുകയും അരുത്. കാരണം അത് ശങ്കാവിഷയങ്ങൾക്കുള്ള ധാന്യയാഗമാണ്, കുറ്റം ഓർമ്മിപ്പിക്കുന്ന ഒരു സ്മാരക ധാന്യയാഗം. പുരോഹിതൻ അവളെ കൊണ്ടുവന്ന് കർത്തൃസന്നിധിയിൽ നിർത്തണം. ഒരു മൺപാത്രത്തിൽ പുരോഹിതൻ വിശുദ്ധ ജലമെടുക്കണം. ആലയത്തറയിലുള്ള കുറച്ചു പൊടിയെടുത്ത് പുരോഹിതൻ ജലത്തിലേക്കിടണം. സ്ത്രീയെ കർത്തൃസന്നിധിയിൽ നിർത്തിയിട്ട് പുരോഹിതൻ സ്ത്രീയുടെ ശിരസ് അനാവരണം ചെയ്യണം. ശങ്കാവിഷയങ്ങൾക്കുള്ള ധാന്യയാഗമായ സ്മാരക ധാന്യയാഗ വസ്തു അവൻ അവളുടെ കരതലങ്ങളിൽ വയ്ക്കണം. പുരോഹിതന്റെ കയ്യിലാകട്ടെ ശാപങ്ങളുടെ കയ്പ് നീരുണ്ടായിരിക്കണം. അനന്തരം പുരോഹിതൻ അവളെ സത്യം ചെയ്യിച്ച് സ്ത്രീയോട് പറയണം, നിന്റെ ഭർത്താവിന് വിധേയായിരിക്കെ ഒരു പുരുഷൻ നിന്നോടൊത്ത് ശയിച്ചിട്ടില്ലെങ്കിൽ, നീ വഴിപിഴച്ച് മലിനയായിട്ടില്ലെങ്കിൽ ശാപങ്ങളുടെ ഈ കയ്പ് നീരിൽ നിന്ന് നീ സുരക്ഷിതയായിരിക്കുക. എന്നാൽ നീ നിന്റെ ഭർത്താവിന് വിധേയായിരിക്കെ യഥാർത്ഥത്തിൽ വഴിപിഴച്ച് സ്വയം മലിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷൻ നീയുമായി ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുണ്ടെങ്കിൽ, പുരോഹിതൻ സ്ത്രീയെ കൊണ്ട് ശാപശപഥത്തോടെ സത്യം ചെയ്യിച്ച് ആ സ്ത്രീയോട് പറയണം, കർത്താവ് നിന്റെ അരക്കെട്ട് ശോഷിപ്പിച്ച് നിനക്ക് മഹോദരം വരുത്തി നിന്നെ നിന്റെ ജനത്തിന്റെ ഇടയിൽ ശപഥത്തിനും ശാപത്തിനുമായി വിട്ടുകൊടുക്കട്ടെ. ശാപത്തിന്റെ ഈ ജലം നിന്റെ കുടലുകളിൽ കടന്ന് മഹോദരം വരുത്തുകയും അര ശോഷിപ്പിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ സ്ത്രീ ആമേൻ ആമേൻ എന്ന് പറയണം. പുരോഹിതൻ ഈ ശാപങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി കയ്പ് നീരിലേക്ക് കഴുകി ചേർക്കണം. എന്നിട്ട് ശാപങ്ങളുടെ കയ്പ് നീര് അവൻ അവളെ കുടിപ്പിക്കണം. ശാപജലം അവളിൽ കടന്ന് കയ്പായി തീരും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ശങ്കാവിഷയങ്ങൾക്കുള്ള ധാന്യയാഗം സ്വീകരിച്ച് കർത്തൃസന്നിധിയിൽ ധാന്യയാഗം നീരാജനം ചെയ്യണം. പിന്നെ അത് അവൻ ബലിപീഠത്തിൽ സമർപ്പിക്കണം. പുരോഹിതൻ ധാന്യയാഗ വസ്തുവിൽ നിന്ന് അതിന്റെ സ്മരണാംശമായി ഒരു പിടി കോരിയെടുത്ത് ബലിപീഠത്തിൽ ധൂമിക്കണം. അതിനുശേഷമാണ് അവൻ സ്ത്രീയെ ജലം കുടിപ്പിക്കേണ്ടത്. അവൾ മലിനിയായി സ്വപുരുഷനോട് അവിശ്വസ്തത കാട്ടുക തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ അവളെ കുടിപ്പിക്കുമ്പോൾ ശാപജലം അവളിൽ കടന്ന് കയ്പുള്ളതായി തീരുകയും അവളുടെ ഉദരം വീർക്കുകയും അരക്കെട്ട് ശോഷിക്കുകയും അങ്ങനെ ആ സ്ത്രീ സ്വജനത്തിനിടയിൽ ഒരു ശാപമായി തീരുകയും ചെയ്യും. എന്നാൽ ആ സ്ത്രീ സ്വയം മലിനയായിട്ടില്ല, പ്രത്യുത ശുദ്ധിയുള്ളവളാണെങ്കിൽ അവൾ കുറ്റവിമുക്തിയാകും, സന്താനലബ്ധിയാകുകയും ചെയ്യും. ഒരു സ്ത്രീ സ്വപുരുഷന് വിധേയായിരിക്കെ വഴിപിഴയ്ക്കുകയും സ്വയം മലിനയാവുകയും ചെയ്യുമ്പോൾ ശങ്കാവിഷയങ്ങളെ സംബന്ധിക്കുന്ന നിയമമാണിത്. അതുപോലെ തന്നെ അസൂയയുടെ അരൂപിയെ ഒരു പുരുഷനിൽ കടന്നുകൂടി തന്റെ ഭാര്യയെ അവൻ സംശയിച്ച് അവളെ അവൻ കർത്തൃസന്നിധിയിൽ നിർത്തുമ്പോൾ പുരോഹിതൻ ഈ നിയമവിധി ഓരോന്നുമാണ് അവളോട് അനുവർത്തിക്കേണ്ടത്. പുരുഷൻ കുറ്റത്തിൽ നിന്ന് വിമുക്തനായിരിക്കും, എന്നാൽ ആ സ്ത്രീ തന്റെ കുറ്റം വഹിക്കണം. സംഖ്യ അധ്യായം 6. നാസിർ വ്രതം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ ഇസ്രായേല്യരോട് പ്രഖ്യാപിച്ചു പറയുക, ഒരു പുരുഷനോ സ്ത്രീയോ കർത്താവിന് വേണ്ടി വിരക്തി പാലിക്കുന്നതിന് നാസിർ വ്രതം നേരാൻ മുതിരുന്നെങ്കിൽ വീഞ്ഞിൽ നിന്നും ലഹരിപാനീയത്തിൽ നിന്നും അയാൾ വിട്ടുനിൽക്കണം. വീഞ്ഞിന്റെ വിനാഗിരിയും ലഹരിപാനീയത്തിന്റെ വിനാഗിരിയും അയാൾ കുടിക്കരുത്. ദ്രാക്ഷാരസമൊന്നും പാനം ചെയ്യരുത്. മുന്തിരി ഫലങ്ങൾ പച്ചയായോ ഉണക്കിയായോ ഭക്ഷിക്കുകയും അരുത്. വീഞ്ഞിനുള്ള മുന്തിരിച്ചെടിയിൽ നിന്ന് ഉത്ഭവിച്ചതൊന്നും കുരു മുതൽ തൊലി വരെ അല്പം പോലും തന്റെ നാസിർ ദിനങ്ങളിലുടനീളം അയാൾ തിന്നരുത്. നാസിർ വ്രത നാളുകൾ അത്രയും അയാളുടെ തലയിൽ ക്ഷൗരക്കുത്തി ഓടരുത്. കർത്താവിനായി വിരക്തി പാലിക്കുന്ന കാലം അത്രയും അയാൾക്ക് വിശുദ്ധിയുണ്ടായിരിക്കണം. അയാൾ തന്റെ ശിരോജട വളർത്തണം. കർത്താവിനായി അയാൾ വിരക്തി പാലിക്കുന്ന കാലം അത്രയും മൃതശരീരത്തിനരികെ അയാൾ പോകരുത്. തന്റെ പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ മരിക്കുമ്പോൾ അവരെ പ്രതി അയാൾ തന്നെ മലിനമാക്കരുത്. എന്തെന്നാൽ തന്റെ ദൈവത്തോടുള്ള വ്രതചിഹ്നം അയാളുടെ ശിരസിലുണ്ട്. തന്റെ വ്രതകാലം അത്രയും അയാൾ കർത്താവിന് വിശുദ്ധനാണ്. ഒരുവൻ അയാളുടെ തൊട്ടടുത്ത് പൊടുന്നിനെ മരിക്കുകയാണെങ്കിൽ അയാളുടെ വ്രതശിരസ് മൃതൻ മലിനമാക്കും. തന്റെ ശുദ്ധീകരണ ദിനത്തിൽ അയാൾ തന്റെ ശിരസ് മുണ്ടനം ചെയ്യണം. 7-ാം ദിവസമാണ് അയാൾ അത് മുണ്ടനം ചെയ്യേണ്ടത്. 8-ാം ദിവസം അയാൾ 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ പുരോഹിതന്റെ അടുത്ത് സമാഗമ കൂടാര വാതിൽക്കൽ കൊണ്ടുവരണം.
പുരോഹിതൻ അവയിൽ ഒന്നിനെ പാപമുക്തിയാഗമായും മറ്റേതിനെ ഹോമയാഗമായും അർപ്പിച്ച് ജഡം മൂലമുണ്ടായ പാപത്തിന് അയാളെ പ്രതി പരിഹാരം ചെയ്യണം. ആ ദിനം തന്നെ അവൻ അയാളുടെ ശിരസ് പവിത്രമായി പ്രഖ്യാപിക്കുകയും വേണം. കർത്താവിനുള്ള തന്റെ വ്രതദിനങ്ങൾ അയാൾ പുനരാരംഭിക്കണം. 1 വയസ്സുള്ള ചെമ്മരിയാട്ടിൻ മുട്ടനെ പ്രായശ്ചിത്തയാഗമായി കൊണ്ടുവരണം. അയാളുടെ വ്രതം മലിനമായി പോയതുകൊണ്ട് മുൻ ദിനങ്ങൾ പാഴായി പോയിരിക്കുന്നു. ഇതാണ് നാസീർ വ്രതം എടുത്തയാളെ സംബന്ധിക്കുന്ന നിയമം. തന്റെ വ്രതകാലം മുഴുമിക്കുന്ന ദിവസം അയാളെ സമാഗമ കൂടാരവാതിൽക്കൽ കൊണ്ടുവരണം. അയാൾ കർത്താവിന് തന്റെ കാണിക്കയായി കാഴ്ചവെക്കേണ്ടത് ഹോമയാഗത്തിന് 1 വയസ്സുള്ള തികവുറ്റ ഒരു ചെമ്മരിയാട്ടിൻ മുട്ടൻ, പാപമുക്തിയാഗത്തിന് 1 വയസ്സുള്ള തികവുറ്റ ഒരു പെൺചെമ്മരിയാട്, സമാധാന യാഗത്തിന് തികവുറ്റ ഒരു മുട്ടാട് എന്നിവയും 1 കുട്ട പുളിപ്പില്ലാത്ത അപ്പം, നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ അടകൾ, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്തയപ്പം എന്നിവയും അവയുടെ ധാന്യയാഗവും അവയുടെ പാനീയ യാഗവുമാണ്. അയാളുടെ പാപമുക്തിയാഗവും ഹോമയാഗവും കർത്തൃസന്നിധിയിൽ കൊണ്ടുവന്ന് പുരോഹിതൻ സമർപ്പിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ കുട്ടയ്ക്ക് പുറമേ പുരോഹിതൻ മുട്ടാടിനെ സമാധാന ബലിയായി കർത്താവിന് സമർപ്പിക്കണം. അതിന്റെ ധാന്യയാഗവും പാനീയ യാഗവും അർപ്പിക്കുകയും വേണം. തുടർന്ന് നാസീർ തന്റെ വ്രതശിരസ് സമാഗമ കൂടാരവാതിൽക്കൽ വെച്ച് മുണ്ടനം ചെയ്യണം. അയാൾ തന്റെ വ്രതശിരസിലെ മുടിയെടുത്ത് സമാധാന ബലിയുടെ കീഴെ തീയിലിടണം. നാസീർ വ്രതം മുണ്ടനം ചെയ്തു കഴിയുമ്പോൾ പുരോഹിതൻ മുട്ടാടിന്റെ വേവിച്ച കൈക്കുറകും കുട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരടിയും പുളിപ്പില്ലാത്ത നേർത്ത അപ്പവും എടുത്ത് അയാളുടെ കരതലങ്ങളിൽ കൊടുക്കണം. പുരോഹിതൻ അവയെ കർത്താവിന് നീരാജനമൊഴിയണം. അത് നീരാജന നെഞ്ചിനും കാണിക്ക കുറുകിനുമൊപ്പം പുരോഹിതനുള്ള വിശുദ്ധ വസ്തുവാണ്. തുടർന്ന് നാസീറിന് വീഞ്ഞു കുടിക്കാം. തന്റെ കഴിവനുസരിച്ച് നൽകുന്നതിനു പുറമെ തന്റെ വ്രതത്തെ പ്രതി കർത്താവിന് തന്റെ വഴിപാട് നേരുന്ന നാസീറിന്റെ നിയമം ഇതാണ്. താൻ നേർന്ന നേർച്ച അനുസരിച്ച് തന്റെ വ്രത നിയമത്തെ പ്രതി അവൻ ഇപ്രകാരം ചെയ്യണം. പുരോഹിതന്റെ ആശീർവാദം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ അഹരോനോടും അവന്റെ പുത്രന്മാരോടും ഇപ്രകാരം പ്രസ്താവിക്കുക. നിങ്ങൾ ഇസ്രായേല്യരെ ആശീർവദിച്ച് അവരോട് ഇങ്ങനെ പറയുവിൻ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ മുഖം നിന്റെ നേർക്ക് പ്രകാശിപ്പിക്കുകയും നിന്നിൽ കനിയുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ മുഖം നിന്റെ നേർക്ക് ഉയർത്തുകയും നിനക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ എൻ്റെ നാമം ഇസ്രായേലിയരുടെ മേൽ സ്ഥാപിക്കും. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. സങ്കീർത്തനം 119 വാക്യങ്ങൾ 1 മുതൽ 96 വരെ. സങ്കീർത്തനം 119 കർത്തൃ നിയമ കീർത്തനം. വഴി തികവുറ്റവർ ഭാഗ്യവാന്മാർ, കർത്തൃ നിയമത്തിൽ ചരിക്കുന്നവരാണവർ. അവിടുത്തെ സാക്ഷ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ അവർ അവിടുത്തെ തേടുന്നു. ഒരു തിന്മയും ചെയ്യാതെ അവർ അവിടുത്തെ വഴികളിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ അങ്ങേയറ്റം പാലിക്കുന്നതിന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിന് എന്റെ വഴികൾ ഉറപ്പുള്ളതായിരുന്നെങ്കിൽ. അങ്ങയുടെ എല്ലാ കൽപ്പനകളിലേക്കും ദൃഷ്ടി ഉറപ്പിക്കുന്നതിൽ അപ്പോൾ ഞാൻ ലജ്ജിക്കുകയില്ല. അങ്ങയുടെ നീതിന്യായ പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഹൃദയ പരമാർത്ഥതയോടെ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ പാലിക്കും. എന്നെ തീർത്തും ഉപേക്ഷിക്കരുതേ. ഒരു യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമാക്കണം? അങ്ങയുടെ വചനാനുസൃതം അത് കാത്തുകൊണ്ട് തന്നെ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. എന്നെ അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കാനിടയാക്കരുതേ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചസ്സ് ഞാൻ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങേ വായിൽ നിന്നുള്ള ന്യായപ്രമാണങ്ങളെല്ലാം എൻ്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ വിവരിച്ചു. സർവ്വസമ്പത്തിന്മേലും എന്ന പോലെ അങ്ങയുടെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ഞാൻ ഉല്ലസിച്ചു. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യട്ടെ. അങ്ങയുടെ മാർഗങ്ങൾ പരിഗണിക്കട്ടെ. ഞാൻ അങ്ങയുടെ ചട്ടങ്ങളിൽ രസിക്കും. അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല. അങ്ങയുടെ ദാസനോട് അങ്ങ് ഔദാര്യം കാണിക്കണമേ. ഞാൻ ജീവിക്കുകയും അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കണ്ണുകൾ തുറക്കണമേ. അങ്ങയുടെ നിയമത്തിൽ നിന്നുള്ള വിസ്മയങ്ങൾ ഞാൻ പരിഗണിക്കട്ടെ. ഭൂമിയിൽ ഞാനൊരു അതിഥിയാണ്. അങ്ങയുടെ കൽപ്പനകൾ എന്നിൽ നിന്ന് മറക്കരുതേ. അങ്ങയുടെ ന്യായപ്രമാണങ്ങളോടുള്ള അഭിനിവേശത്താൽ എക്കാലവും എൻ്റെ ആത്മാവ് തകർന്നു പോകുന്നു. അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുന്ന ശപിക്കപ്പെട്ട ധിക്കാരികളെ അങ്ങ് ശാസിക്കുന്നു. അവരുടെ പരിഹാസവും നിന്ദനവും എന്നിൽ നിന്ന് നീക്കിക്കളയണമേ.
ഞാൻ അങ്ങയുടെ സാക്ഷ്യങ്ങൾ കാത്തു സൂക്ഷിച്ചല്ലോ. പ്രഭുക്കന്മാർ ഇരുന്ന് എനിക്കെതിരെ കൂടിയാലോചിക്കുമ്പോഴും അങ്ങേ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നു. മാത്രമല്ല, എൻ്റെ ഉപദേഷ്ടാക്കളായ തിരുസാക്ഷ്യങ്ങളാണ് എൻ്റെ പ്രമോദം. എൻ്റെ പ്രാണൻ പൂഴിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എൻ്റെ വഴികൾ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ദിവ്യ പ്രമാണങ്ങളുടെ വഴി എന്നെ ബോധ്യപ്പെടുത്തണമേ. അങ്ങയുടെ വിസ്മയകൃത്യങ്ങളെക്കുറിച്ച് ഞാൻ വിചിന്തനം ചെയ്യട്ടെ. ദുഃഖം മൂലം എൻ്റെ ആത്മാവ് കീഴുന്നു. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. വ്യാജത്തിൻ്റെ വഴി എന്നിൽ നിന്ന് അകറ്റണമേ. അങ്ങയുടെ നിയമം എനിക്ക് കനിഞ്ഞേകണമേ. ഞാൻ വിശ്വസ്തതയുടെ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ന്യായപ്രമാണങ്ങളോട് ഞാൻ സമരസപ്പെട്ടു. അങ്ങയുടെ സാക്ഷ്യങ്ങളോട് ഞാൻ ഒട്ടിനിൽക്കുന്നു. കർത്താവേ, എന്നെ ലജ്ജിതനാക്കരുതേ. അങ്ങ് എൻ്റെ മനസ്സ് വിശാലമാക്കുന്നത് കൊണ്ട് അങ്ങയുടെ കൽപ്പനകളുടെ വഴിയെ ഞാൻ ഓടും. കർത്താവേ, അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അന്ത്യം വരെ ഞാൻ അത് കാത്തു സൂക്ഷിക്കട്ടെ. എനിക്ക് ഉൾക്കാഴ്ച നൽകണമേ. ഞാൻ അങ്ങയുടെ നിയമം കാത്തു സൂക്ഷിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ അത് പാലിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ കൽപ്പനകളുടെ പാതയിൽ എന്നെ വഴി നടത്തണമേ. ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. സ്വാർത്ഥ ലാഭത്തിൻ്റെ നേർക്കല്ല, അങ്ങയുടെ സാക്ഷ്യങ്ങളുടെ നേർക്ക് എൻ്റെ ഹൃദയം ചായ്ക്കണമേ. വ്യാജത്തിൻ്റെ കാഴ്ചയിൽ നിന്ന് എൻ്റെ കണ്ണുകളെ ഒഴിവാക്കണമേ. അങ്ങയുടെ വഴിയിൽ എനിക്ക് ജീവൻ നൽകണമേ. അങ്ങയെ ഭയപ്പെടുന്നവർക്കുള്ള തിരുവാഗ്ദാനം അങ്ങേ ദാസന് വേണ്ടി സ്ഥിരപ്പെടുത്തണമേ. ഞാൻ ഭയപ്പെടുന്ന പരിഹാസം നീക്കം ചെയ്യണമേ. അങ്ങയുടെ ന്യായപ്രമാണങ്ങൾ വിശിഷ്ടങ്ങളാണല്ലോ. ഇതാ, അങ്ങയുടെ പ്രമാണങ്ങൾക്കായി ഞാൻ അഭിലഷിക്കുന്നു. അങ്ങയുടെ നീതിയാൽ എനിക്ക് ജീവൻ നൽകണമേ. കർത്താവേ, അവ എനിക്കായി അങ്ങയുടെ കാരുണ്യം, അങ്ങേ വചസ്സനുസരിച്ചുള്ള അങ്ങയുടെ രക്ഷ കൊണ്ടുവരട്ടെ. അപ്പോൾ എന്നെ പരിവസിക്കുന്നവനോട് ഞാൻ ഒരു വാക്ക് പ്രത്യുത്തരിക്കും. അങ്ങയുടെ വചനത്തിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത്. സത്യവചനം എൻ്റെ അധരത്തിൽ നിന്ന് നിശേഷം എടുത്തു കളയരുതേ. അങ്ങയുടെ ന്യായപ്രമാണത്തിന് വേണ്ടിയാണല്ലോ ഞാൻ കാത്തിരിക്കുന്നത്. എന്നും എന്നേക്കും അങ്ങയുടെ നിയമം ഞാൻ നിരന്തരം പാലിക്കട്ടെ. അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ തേടുന്നതുകൊണ്ട് വിശാലതയിൽ ഞാൻ വ്യാപരിക്കട്ടെ. രാജാക്കന്മാരുടെ മുമ്പിൽ ലജ്ജിക്കാതെ അങ്ങയുടെ സാക്ഷ്യങ്ങളെപ്പറ്റി ഞാൻ സംസാരിക്കട്ടെ. ഞാൻ സ്നേഹിക്കുന്ന തിരുകൽപ്പനകളിൽ ഞാൻ രസിക്കട്ടെ. ഞാൻ സ്നേഹിക്കുന്ന ദിവ്യകൽപ്പനകളുടെ നേർക്ക് എൻ്റെ കരതലം ഉയർത്തട്ടെ. അങ്ങയുടെ ചട്ടങ്ങളെക്കുറിച്ച് ഞാൻ വിചിന്തനം ചെയ്യട്ടെ. അങ്ങേ ദാസനോടുള്ള വാഗ്ദാനം ഓർക്കണമേ. അത് സംബന്ധിച്ചാണല്ലോ അങ്ങ് എനിക്ക് പ്രത്യാശ പകർന്നത്. അങ്ങയുടെ വചസ് എന്നെ ഉജ്ജീവിപ്പിച്ചു എന്നതാണ് ദുർഗതിയിൽ എൻ്റെ സമാശ്വാസം. ധിക്കാരികൾ എന്നെ വല്ലാതെ കളിയാക്കി. ഞാൻ അങ്ങയുടെ നിയമത്തിൽ നിന്ന് തിരിഞ്ഞുപോയില്ല. നിത്യത മുതലുള്ള അങ്ങയുടെ ന്യായപ്രമാണങ്ങൾ അനുസ്മരിച്ച് കർത്താവെ, ഞാൻ സമാശ്വസിച്ചു. അങ്ങയുടെ നിയമം ഉപേക്ഷിക്കുന്ന ദുഷ്ടർ മൂലം രോഷം എന്നെ പിടികൂടിയിരിക്കുന്നു. എൻ്റെ തൽക്കാല വാസഗേഹത്തിൽ അങ്ങേ ചട്ടങ്ങളായിരുന്നു എൻ്റെ കീർത്തനങ്ങൾ. കർത്താവെ, രാത്രിയിൽ ഞാൻ തിരുനാമം അനുസ്മരിച്ചു. അങ്ങയുടെ നിയമം പാലിക്കുകയും ചെയ്തു. എനിക്ക് ഇക്കാര്യം സാധിച്ചു. അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ കാത്തു സൂക്ഷിച്ചു. കർത്താവാണ് എൻ്റെ ഓഹരി. തിരുവചനങ്ങൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ തിരുമുഖം പ്രസാദിപ്പിക്കുന്നു. തിരുവചസ് പ്രകാരം എന്നോട് ദയ തോന്നണമേ. എൻ്റെ വഴികൾ ഞാൻ നിരൂപിക്കുന്നു. എൻ്റെ കാലുകൾ അങ്ങയുടെ സാക്ഷ്യങ്ങളിലേക്ക് ഞാൻ തിരിക്കട്ടെ. അമ്മാന്തം വരുത്താതെ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ ഞാൻ തിടുക്കം കൂട്ടുന്നു. ദുഷ്ടരുടെ പാശങ്ങൾ എന്നെ വരിഞ്ഞു. അങ്ങയുടെ നിയമം ഞാൻ മറന്നില്ല. അങ്ങയുടെ നീതിന്യായ വിധികളെ പ്രതി അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കാൻ പാതിരാവിൽ ഞാൻ എഴുന്നേൽക്കും. അങ്ങയെ ഭയപ്പെടുന്ന എല്ലാവർക്കും ദിവ്യപ്രമാണങ്ങൾ പാലിക്കുന്നവർക്കും ഞാൻ ചങ്ങാതിയാണ്. കർത്താവെ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, അങ്ങയുടെ വചനമനുസരിച്ച് അങ്ങേ ദാസന്റെ കാര്യത്തിൽ അങ്ങ് നന്മ ചെയ്തിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് വിവേചന ഗുണവും അറിവും എന്നെ പഠിപ്പിക്കണമേ. പീഡ സഹിക്കുന്നതിനു മുമ്പ് ഞാൻ വഴിപിഴച്ചവനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചസ്സ് പാലിക്കുന്നു. അവിടുന്ന് നല്ലവനും സൽക്കർമ്മിയുമാണ്. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ധിക്കാരികൾ വ്യാജം കൊണ്ട് എൻ്റെ മേൽ കരുതിയിരിക്കുന്നു. ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ ദിവ്യപ്രമാണങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. അവരുടെ ഹൃദയം കൊഴുപ്പുപോലെ മരവിച്ചു. ഞാനോ അങ്ങയുടെ നിയമം എൻ്റെ പ്രമോദമാക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ എനിക്ക് അഭ്യസിക്കാനാകും വിധം ഞാൻ പീഡിതനായത് എനിക്ക് ഗുണകരമായി. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ
അങ്ങയുടെ അധരത്തിലെ നിയമം എനിക്ക് അഭികാമ്യമാണ്. അങ്ങയുടെ കൈകൾ എന്നെ സൃഷ്ടിച്ച് അവരോധിച്ചു. ദിവ്യകൽപ്പനകൾ പഠിക്കാൻ എന്നെ ഉൾക്കാഴ്ചയുള്ളവനാക്കണമേ. ഞാൻ അങ്ങയുടെ വചനത്തിനായി കാത്തിരിക്കുന്നതുകൊണ്ട് അങ്ങയെ ഭയപ്പെടുന്നവർ എന്നെ കണ്ട് സന്തോഷിക്കും. കർത്താവെ, അങ്ങയുടെ ന്യായവിധികൾ നീതിപൂർവകമാണെന്നും വിശ്വസ്താപൂർവമാണ് അങ്ങ് എന്നെ പീഡിപ്പിച്ചതെന്ന് ഞാൻ അറിയുന്നു. അങ്ങേ ദാസനോടുള്ള തിരുവചസ്സനുസരിച്ച് എന്നെ സമാശ്വസിപ്പിക്കാൻ അങ്ങേ കാരുണ്യമുണ്ടായിരിക്കണമേ. ഞാൻ ജീവിക്കാൻ അങ്ങയുടെ ആർദ്രത എന്നിൽ പ്രവേശിക്കട്ടെ. അങ്ങയുടെ നിയമമാണല്ലോ എൻ്റെ പ്രമോദം. ധിക്കാരികൾ ലജ്ജിക്കട്ടെ, എന്തെന്നാൽ അവർ വഞ്ചന കൊണ്ട് എന്നെ തകിടം മറിച്ചു. ഞാനോ അങ്ങയുടെ പ്രമാണങ്ങളെക്കുറിച്ച് ഞാൻ വിചിന്തനം ചെയ്യും. അങ്ങയെ ഭയപ്പെടുന്നവരും തിരുസാക്ഷ്യങ്ങൾ അറിയുന്നവരും എൻ്റെ പക്കലേക്ക് തിരിയട്ടെ. ഞാൻ ലജ്ജിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം അങ്ങയുടെ ചട്ടങ്ങളിൽ തികവുറ്റതായിരിക്കട്ടെ. അങ്ങയുടെ രക്ഷയ്ക്കായി എൻ്റെ ആത്മാവ് തളർന്നു. അങ്ങയുടെ വചനത്തിനായി ഞാൻ കാത്തിരുന്നു. എപ്പോഴാണ് അങ്ങെന്നെ സമാശ്വസിപ്പിക്കുന്നത് എന്ന് തിരക്കി അങ്ങയുടെ വചസ്സ് തേടി എൻ്റെ കണ്ണുകൾ കഴിക്കുകയായിരുന്നു. ഞാൻ പുകയെ തിരിക്കുന്ന തോൽക്കുടം പോലെയാണെങ്കിലും അങ്ങയുടെ ചട്ടങ്ങൾ മറന്നിട്ടില്ല. അങ്ങയുടെ ദാസന്റെ നാളുകൾ എത്രയാണ്! എന്നെ പിന്തുടരുന്നവർക്കെതിരെ അങ്ങ് ന്യായവിധി നടത്തുന്നത് എന്താണ്? അങ്ങയുടെ നിയമത്തിന് ചേരാത്ത വിധം ധിക്കാരികൾ എനിക്കായി കുഴികൾ കുഴിച്ചു. അങ്ങയുടെ കൽപ്പനകളെല്ലാം വിശ്വസനീയമാണ്. അവരെന്നെ അകാരണമായി പിന്തുടരുന്നു. അങ്ങെന്നെ സഹായിക്കണമേ. ഭൂമിയിൽ അവർ എനിക്ക് ഏറെക്കുറെ അന്ത്യം വരുത്തി. എന്നിട്ടും ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ ഉപേക്ഷിച്ചില്ല. അങ്ങയുടെ അധരത്തിലെ സാക്ഷ്യം ഞാൻ പാലിക്കേണ്ടതിന് അങ്ങയുടെ കാരുണ്യമനുസരിച്ച് എനിക്ക് ജീവൻ പകരണമേ. എന്നേക്കുമുള്ളവനായ കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത തലമുറയോളമുള്ളതാണ്. അങ്ങ് ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. സകലതും അങ്ങയുടെ സേവകരായതിനാൽ അങ്ങയുടെ ന്യായവിധികൾക്കായി അവ ഇന്ന് നിലകൊള്ളുന്നു. അങ്ങയുടെ നിയമം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ എനിക്കുണ്ടായ പീഡനത്തിൽ ഞാൻ ഇതിനകം നശിക്കുമായിരുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അവയിലൂടെയാണല്ലോ അങ്ങ് എന്നെ ജീവിപ്പിക്കുന്നത്. ഞാൻ അങ്ങയുടേതാണ്, എന്നെ രക്ഷിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ അന്വേഷിച്ചു. എന്നെ നശിപ്പിക്കാൻ ദുഷ്ടർ എനിക്കായി കാത്തുകിടക്കുന്നു. ഞാൻ അങ്ങയുടെ സാക്ഷ്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവനാകട്ടെ. എല്ലാ പൂർണ്ണതയ്ക്കും ഒരതിർത്തി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങയുടെ കൽപ്പന അത്യന്തം വിശാലമാണ്.